ദേ ഇതുപോലൊരു പാത്രം എന്തൊക്കെ വന്നാലും നമ്മുടെ പോരാളി കിച്ചണിൽ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പോയി എടുത്തണ്ട് വാ, നമുക്കൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാം. കൂടെ കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടി എടുത്തോ. ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കാം. അതിന് ദേ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഉണ്ടാക്കുന്ന ഈ ഫ്ലവറില്ലേ, അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പഠിച്ച ക്രാഫ്റ്റ് വർക്ക്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞൊരു പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് എടുക്കാൻ പറ്റുന്ന മിസ്സ് പഠിപ്പിച്ചതാണ് ഈ ഫ്ലവർ. അങ്ങനെ ഇത് ഉണ്ടാക്കാൻ പഠിച്ച പിന്നെ നമ്മുടെ വീട്ടിൽ മുക്കിലും മൂലയിലും പല കളറിൽ പല സൈസിൽ ഈ ഫ്ലവർ എവിടെയെങ്കിലുമൊക്കെ തെളിഞ്ഞു നിൽക്കണ കാണാം. ഇപ്പം ഇതുണ്ടാക്കിയപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലിങ്ങനെ വന്നങ്ങോട്ട് പോയത്. അതൊക്കെ ഒരു കാലം അല്ലേ. അങ്ങനെ ടിഷ്യൂ പേപ്പർ മടക്കിയും വെട്ടിയൊക്കെ നമ്മുടെ പൂതെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ടിഷ്യൂ പേപ്പറിൻ്റെ സൈഡിൽ നിന്ന് ഓരോ പേപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂ റെഡിയാവും. ഇതുപോലെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം മതിയാവില്ലല്ലോ, അതുകൊണ്ട് ആ ടിന്ന് മൊത്തം കവർ ചെയ്യാനുള്ള ഫ്ലവർ നമ്മൾ റെഡിയാക്കി. ഇനിതാ ആ ടിന്നിൽ ഇതേപോലെ മൊത്തം നമ്മുടെ ഫെവിക്കോൾ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലവർ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആ ടിന്ന് മൊത്തം കവർ ചെയ്യണ രീതിയിൽ എല്ലാം അങ്ങോട്ട് ഒട്ടിച്ചോ. ഇതുപോലെ സംഭവം ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്യണേ. ഇനി ആ ടിന്നിൻ്റെ മൂടി എടുക്കണം. എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള ഒരു സ്റ്റാൻഡും കൂടി സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കാർഡ്ബോർഡ് പീസ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതാണേ. കാർഡ്ബോർഡ് പീസ് റോൾ ചെയ്ത് ഈ സ്റ്റാൻഡ് റെഡിയാക്കണ വീഡിയോ ഒക്കെ ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ നമ്മുടെ ഹെൽപ്പർ ചെക്കൻ വന്ന് ആ സമയത്ത് ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയ കാര്യം നമ്മൾ അറിയാതെ പോയി. ഇനി ആ സ്റ്റാൻഡിന് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മുടെ ടിഷ്യൂ പേപ്പർ തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്ത് അതിൻ്റെ ചുറ്റിനും വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തേക്ക്. അടുത്തത് ഇനി ആ ടിന്നിൻ്റെ മൂടി ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ സിമ്പിളായിട്ടൊരു ഡിസൈൻ. ടിഷ്യൂ പേപ്പർ തന്നെ ചെറുതായിട്ടൊന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ പേനയോ പെൻസിലോ ഒന്ന് വെച്ച് ചുറ്റി കൊടുത്താൽ ചെറിയൊരു ഡിസൈൻ ഇതുപോലെ കിട്ടും. അങ്ങനെ കുറച്ചധികം അങ്ങോട്ട് ഉണ്ടാക്കി നമ്മുടെ ആ ടോപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഇനിതാ ഈ ലൈറ്റ് കൂടി ഒന്ന് നമ്മുടെ ആ ടിന്നിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞു ടേബിൾ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിലിട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ.